Well, yes. And you? I'm Anjali. Anjali Bhaktiyar. And tell me, Chandratan, how come you're here? That. Hey, छोकरी, इधर आ, इधर आ. Just a minute. बात करनी है तुझसे. हाँ. तू नायर को इतना क्यों सताती है? No, चुप कर, बकवास मत कर. अच्छा, जा नाच कर, जा, चल चल चल, चल विक्टर, चल. दरवाजा खोल. चल विक्टर. Hello everybody, you are doing a good job. Come on. दरवाजा खोल. चल दे. विक्टर संभल के. हाँ, रास्ता टेढ़ा है थोड़ा. आराम से आ. आजा. प्यारी छोकरी सोती है अभी. इस बेचारी को और एक हैवी डोज दो. जा जा जा. അല്ല പട്ടാജി, നമ്മളിയുള്ള മരുന്നെല്ലാം കൂടി കുത്തിവെച്ച് ഈ പെങ്കുച്ചിനെ ഇങ്ങനെ മയക്കി കിടത്തിട്ട് കൊടുക്കാം. ഇതിന് വല്ല സംഭവിച്ചു പോയാലോ? ആഹാ, അതെ, കൂൽനാമത് വേണ്ടി മലക്കിടപ്പ് കിടക്കുന്ന ഒരൊറ്റ തുറുപ്പ്യ ബാക്കിയുള്ളത് നമ്മുടെ കയ്യിൽ. ദൈവമാമൻ വന്നിറങ്ങുമ്പോൾ വിലവേശാനായിട്ട്. अबे चुप कर यार, कुछ नहीं होगा उसे. सुनो, इसे एक हैवी डोज और दो. ठीक है, कुछ नहीं होगा इस कुतिया को. चल सो जा मेरी राजकुमारी, सो जा, सो जा. Yes, definitely. I'll be at the airstrip. I'll receive him. What is the ETA? Dose. 4 p.m. Well. Okay. News from Bombay? Yes. സർജറി കഴിഞ്ഞ് ചന്തമ്പാപ്പയ്ക്ക് ബോധം തെളിഞ്ഞിരിക്കുന്നു അത്രേ. ആൻഡ് രവി ഈസ് ഫ്ലൈയിങ് ബാക്ക്. ട്രിപ്പ് കട്ട് ഷോട്ട് ചെയ്ത് രവി ഇന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ചു പുറപ്പെടുന്നു. സോ വാട്ട്? അല്ല പട്ടാജി, എന്നാലും രവി ഇങ്ങനെ പെട്ടെന്ന് തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോ ഐ മീൻ ഇവിടെ എല്ലാം ഭദ്രമാണല്ലോ അല്ലേ പട്ടാജി? Come on, relax. Have a drink. അതെ, come on. രവി വരുമ്പോ ധൈര്യമായിട്ട് എയർ സ്ട്രിപ്പിൽ ഉണ്ടായ മതി നായരി. Go receive him. Hi Ravi. Hi. Welcome back. Are you drunk? No. എന്നിട്ട് എന്ത് പറ്റി ചന്ദ്രേട്ടൻ? നിങ്ങളെന്താ ഒറ്റയ്ക്ക്? എവിടെ പോയി കിരൺ? എവിടെ യൂസഫ്? രവി, അത് ചന്ദ്രേട്ട പ്ലീസ്, ഇവിടെ എന്താണ് സംഭവിച്ചത്? Is there anything terribly wrong? Yes. Come Ravi, I must talk to you. So, that is the story. അല്ലേ ചന്ദ്രേട്ടൻ? ചെക്ക് കേസിൽ അമ്മു പോലീസ് പിടിയിലാവെന്ന് അറിഞ്ഞപ്പോ യു പ്ലേഡ് എ ഗെയിം. എന്നോട് അനുവാദം ചോദിച്ചു എന്ന് കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അമ്മുവിനെ നിങ്ങൾ കിരണിനെയും കൂട്ടി നിങ്ങളുടെ ഫാം ഹൗസിലേക്ക് അയച്ചു. ഫോർ മൈ സേക്ക്, എന്നെ കരുതിയിട്ട്, അമ്മുവിന്റെ സേഫ്റ്റിയെ കരുതിയിട്ട്, അല്ലേ? Yes Ravi, that's all what I could do. Good. Thanks. പിന്നെ പിറ്റേന്ന് നിങ്ങൾ അവിടെ എത്തുമ്പോൾ കത്തിക്കരിഞ്ഞ നിലയിൽ ഫാം ഹൗസിന് വിഴുങ്ങിയ തീയിൽ കാവൽക്കാരൻ മുനീറിനോടൊപ്പം പാവ എന്റെ കിരണം പെട്ടുപോയിട്ടുണ്ടാവും. അതിനാണ് സാധ്യത, അല്ലേ ചന്ദ്രേട്ടൻ? Ravi, please. I'm terribly sorry. Yes.
ബട്ട് അമ്മു is safe. കിഷൻ ഭട്ടയുടെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയതായി അവർ തന്നെ ചന്ദ്രേട്ടനെ അറിയിച്ചു. ഇന്ന് നാളെ രാവിലെ ഭട്ടയുടെ ദൂതന്മാർ എന്നെ കാണാനെത്തും. ആൻഡ് they will tell me what exactly I should do. എന്തൊക്കെ എഴുതി കഴിവേറ്റി കൊടുത്താൽ അമ്മുവിനെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന് പഠിപ്പിച്ചു തരും അവരെനിക്ക്. അല്ലേ ചന്ദ്രേട്ടൻ? രവി പ്ലീസ്, അറിഞ്ഞ വിവരങ്ങൾ മുഴുവൻ അങ്ങോട്ട് ധരിപ്പിച്ചു എന്നല്ലാതെ കൂടുതലൊന്നും അറിയില്ല ചന്ദ്രേട്ടനും. പ്ലീസ് രവി, ഐ മീൻ ഇറ്റ്. യെസ്, പക്ഷേ എന്റെ ആബ്സൻസിൽ ഇവിടെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്നെ പോലും വിവരം അറിയിക്കുന്നത് ഞാനിവിടെ വന്ന് ഇറങ്ങിയതിനു ശേഷം മതി എന്ന് തീരുമാനിച്ചു ചന്ദ്രേട്ടൻ. രവി, അത് ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത പരിഭ്രമത്തിന്റെ ഇടയിലും കാര്യങ്ങൾ പോലീസിൽ അറിയിക്കണ്ട, അറിയിച്ചാൽ അമ്മുവിന്റെ ജീവൻ അപകടത്തിലായി പോകും എന്നൊരു തീരുമാനമെടുക്കാൻ പോകുന്ന ബുദ്ധിയും കൂടെ തോന്നിച്ചു ചന്ദ്രേട്ടൻ, അല്ലേ? രവി പ്ലീസ്, എന്തു പറ്റി രവി? ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ല എന്നുണ്ടോ രവിക്ക്? അതോ ഡോണ്ട് യു? യെസ് ഐ ഡു. Rather I did trust you, but not anymore. രവി, എന്നിട്ട് പറയണം ചന്ദ്രേട്ടൻ, എവിടെയുണ്ട് യൂസഫ്? എവിടെയുണ്ടവൻ? ഞാൻ പറഞ്ഞല്ലോ രവി, he too is. യെസ്, he too is missing. ഒരുപക്ഷെ ഭട്ടയുടെ ആൾക്കാർ അവനെയും കെണിവെച്ച് പിടിച്ച് കൊന്നു കാണും. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ ചോദിച്ച പണം കൊടുത്ത് അവരവനെ വിലക്കെടുത്ത് കാണും, അല്ലേ ചന്ദ്രേട്ടൻ? രവി, ഞാൻ അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ I said it's possible. Yes, you said it's possible. എന്നെ ഒറ്റ കൊടുത്ത് കാണുവാൻ, അല്ലേ? രവി, ഞാൻ അതേടാ, ചങ്കിൽ ജീവൻ ഉള്ളിടത്തോളം കാലം ഈ രവി മാമനെ വില പറഞ്ഞ് വിൽക്കില്ല യൂസഫ്. കഴിയില്ല അവനതിന്. പക്ഷേ you did that. കിഷൻ പട്ടേ എന്ന പെറ്റി ഹുഡ്ലം ഒരു വല പരിച്ചതിൽ 5-6 പിച്ചക്കാശിട്ട് തന്നപ്പോ you traded yourself and you traded me. പ്ലീസ് പറയടാ, എവിടെയാ കൊന്നു കുഴിച്ചു മുടിച്ച എന്റെ യൂസഫിനെ? എനിക്കറിയില്ല. പറയാൻ എങ്ങനെയാ ചുട്ടി ചാമ്പലാക്കി എന്റെ കിരണ്ണെ? എനിക്കറിയില്ല. Bring her in and call the police. രവി, ഞാൻ നോക്ക്, കാല് പിടിച്ച് പറയുക ചന്ദ്രേട്ടൻ. പ്ലീസ് ട്രസ്റ്റ് മീ. വിശ്വസിക്കണം നിങ്ങൾ ഞാനല്ലേ? അതേടോ, ഐ ട്രസ്റ്റഡ് യു. ഒരു കൂടപ്പുറപ്പിനെ പോലെ വിശ്വസിച്ച് നിങ്ങളെ ഞാൻ ഒരു ജ്യേഷ്ഠനെ പോലെ സ്നേഹിച്ചു. ബട്ട് യു ഫെയിൽഡ് മീ. ഒക്കെ വിറ്റ് തീരുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്ന് ഓർക്കാമായിരുന്നു ചന്ദ്രേട്ടന്. ഒന്നുമില്ലായ്മയിൽ നിന്ന് പിടിച്ചു കയറുമ്പോഴും നിങ്ങളെ ഞാനിങ്ങനെ ഒപ്പം കൂട്ടിയതിനെ കുറിച്ച്, ഓരോ ചതികളിലും ഇങ്ങനെ ചെന്ന് വീഴുമ്പോഴും ഒക്കെ പുറത്ത് നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളതിനെ കുറിച്ച്. കിഷൻ ഭട്ടയും രവിമാമനും തമ്മിൽ അടിച്ചു നശിക്കുമ്പോ അവശേഷിക്കുന്നതെല്ലാം ഒറ്റയ്ക്ക് കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് മോഹിച്ച് ഒരു ഓവർനൈറ്റ് ഫോർച്യൂണിന് ജീവിതം ഗ്യാമ്പിൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ സത്യം നിങ്ങൾ ഓർമ്മിക്കണമായിരുന്നു ചന്ദ്രേട്ടൻ. ദാ, ഈ ദുബായ് നഗരത്തിന്റെ ഇത്തിരിയില്ലാത്ത അണ്ടർവേൾഡിന്റെ ഓരോ മിടിപ്പുകളും അങ്ങ് ദൂരെ ഇരുന്നുകൊണ്ട് തന്നെ തൊട്ടറിയാൻ കഴിയും ബോംബെ എന്ന ഓർഗനൈസ് ക്രൈമിന്റെ മെഗാപോളിസിലെ ചന്ദൻ പാപ്പമാർക്ക്. യു ഷുഡന്റ് ഹാവ് ഫോർഗോട്ടൻ ദാറ്റ്. ഇനി പറയണം, എവിടെയുണ്ട് എന്റെ അമ്മു? ഇല്ല രവി, എന്നെ വിശ്വസിക്കണം. ഒന്നും അറിയില്ല ചന്ദ്രേട്ടന്. Shut your rotten trap, you. നിനക്ക് അറിയില്ലല്ലേ? പ്ലീസ് രവി. ഇവിടെ അറിയും ചന്ദ്രേട്ടൻ, അല്ലേ? യെസ്, അഞ്ജലി ഭക്തിയാർ. ഒരിക്കൽ എന്റെ പിടിയിൽപ്പെട്ടിട്ട് പിന്നെ കിഷൻ ഭട്ടയുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചെങ്കിലും അന്ന് മുതൽ രവി മാമനാണ് ഇവിടെ ഗോഡ് ഫാദർ. ആൻഡ് ഷീസ് ഓൺ മൈ പേറോൾസ്. യു ടു ഹാവ് മെറ്റ്, അല്ലേ? യാ, ഇന്നലെയും കണ്ടിരുന്നു ഭട്ടയുടെ കൂടെ. Nana, bring them in. രവി, പ്ലീസ്. Hello? Yes? One moment. For you. No. One Mr. Kiran. Kiran Cherian Pothan. Oh my God. Kiran! Kiran! Sorry.
and welcome. The core committee of Balco Union Workers met this morning. Proposal which they will submit to the Supreme Court on the 8th of May. The details of the proposal will not be made public till they are submitted to the court. The union leaders have also made it clear that they will now abide by the court's directive after the proposals are submitted. And if the court directs them to go back to work, they will do so. On Friday, the workers had rejected an offer by the Supreme Court. Maria, that's him. Kishan Bhatta. Go get the call. Okay. എന്നിട്ട് ചോദിക്കവനോട് എപ്പോഴാ രവിമാമനെ കൂച്ചിക്കെട്ടി ഈ നായരുടെ കാൽ കീഴിൽ കൊണ്ടിരുന്നതെന്ന്. Maria, get me one more drink. Maria. Submission before the Supreme Court for May 8 hearing. And as you said, the contents of that are not... Your drink, Mr. Nair. Devi? Yes. Ravi Maman. Maria! മറിയ വെളി കേൾക്കില്ല. വെപ്പാട്ടിയുടെ കൊട്ടാരത്തിലെ നിന്റെ ഈ അന്തിമയക്കത്തിന് കരിമ്പൂച്ചകളുടെ കാവലുമില്ല. ഇപ്പൊ നീ ഒറ്റ. You are alone and safe in the hands of death. എന്റെ സൂസന്നെ നിന്റെ മുന്നിൽ പിടഞ്ഞു വീണ് മരിച്ച അന്നു മുതൽ ഓരോ ദിവസവും ഓരോ നിമിഷവും നിന്റെ ഓരോ ശ്വാസവും അറിയുന്നുണ്ടായിരുന്നു രവിമാമൻ. And now you can call it a day. Devi, please, വേണ്ട മാപ്പ്. എല്ലാം വിട്ടുതരാൻ പറയാം. നിന്റെ പെണ്ണിനെ വിട്ടുതരാൻ ഞാൻ വിളിച്ചു പറയാം കിഷൻ പട്ടയോട്. നിന്നെ അവസാനിപ്പിച്ച് തിരിച്ചു ചെല്ലുമ്പോ നിന്റെ കിങ്കരന്മാർ ഒരുപക്ഷെ ജീവനോടെ ബാക്കി വെച്ചിട്ടുണ്ടാവില്ല എന്റെ അമ്മൂനെ. ഐ നോ ദാറ്റ്. ഇനി എനിക്ക് എന്തെല്ലാമൊക്കെ നഷ്ടപ്പെട്ടാലും അത് കണ്ട് ആസ്വദിക്കാൻ ജീവനോടെ ശേഷിപ്പുണ്ടാവില്ല നീ.